ആമസോൺ പാക്കേജിൽ മൂർഖൻ പാമ്പ്. ബംഗളൂരു സർജാപൂർ സ്വദേശിയായ തൻവിക്കാണ് വിഷപ്പാമ്പ് കൊറിയറായി ലഭിച്ചത്. എക്സ്ബോക്സ കൺട്രോളറാണ് തൻവി ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിരുന്നത്. പാക്കറ്റ് തുറന്നപ്പോൾ പാമ്പിന്റെ ചീറ്റുന്ന ശബ്ദം കേട്ട തൻവി ഞെട്ടിപ്പോയി. പക്ഷേ പാമ്പിന് പാക്കറ്റിനുള്ളിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കാത്തതിനാൽ അപകടമൊന്നും സംഭവിച്ചില്ല. വിവരങ്ങളുമായി സുവി വിശ്വനാഥനാണ് ചേരുന്നത്. സുവി, പാക്കറ്റിനുള്ളിൽ എങ്ങനെയാണ് പാമ്പ് വന്നത് എന്നതിന്റെ വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? അഭിലാഷ്, പാക്കറ്റിനുള്ളിൽ എങ്ങനെയാണ് പാമ്പ് വന്നത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ പാമ്പ് ഉണ്ടായിരുന്നു എന്നതാണ് സ്ഥിരീകരണം. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം വിഷപ്പാമ്പായിരുന്നു, മൂർഖൻ പാമ്പായിരുന്നു. കടിച്ചാൽ മരണം വരെ സംഭവിക്കാവുന്ന തരത്തിലാണ് ഉള്ള ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എല്ലാവരും ഇപ്പോൾ ഓൺലൈനിൽ സാധനങ്ങൾ വരുത്തുകയും പ്രത്യേകിച്ചും ആമസോണിനെ കൂടുതലായി ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമാണ്. അതിനിടയിൽ പലതരത്തിൽ വസ്തുക്കൾ, അതായത് ഓർഡർ ചെയ്ത വസ്തുവിന് പകരം മറ്റു പല വസ്തുക്കളും വരാറുണ്ട് എങ്കിൽ കൂടിയും ഇത്രയും ഗുരുതരമായ തരത്തിൽ ഒരു വീഴ്ച സംഭവിക്കുന്നത് ആദ്യമായിട്ടാണ്. ഈ വിഷപ്പാമ്പായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ യുവതി രക്ഷപ്പെട്ടിരിക്കുന്നത്. ബംഗളൂരുവിലെ സർജാപൂർ സ്വദേശിയായ തൻവിക്കാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ പാമ്പ് പാക്കറ്റ് തുറന്ന ഉടൻ തന്നെ പാമ്പിന്റെ ഒരു ചീറ്റുന്ന ശബ്ദം യുവതി കേൾക്കുകയുണ്ടായി. തുടർന്ന് നോക്കിയപ്പോൾ പാമ്പായിരുന്നു അതിനകത്ത്, ഒരു വിഷപ്പാമ്പായിരുന്നു. ഈ വിഷപ്പാമ്പ് പുറത്തു കടക്കാൻ വിഷപ്പാമ്പിന് സാധിച്ചില്ല. ടേപ്പിനുള്ളിൽ ഇതിന്റെ തല കുടുങ്ങിപ്പോയത് കൊണ്ട് മാത്രമാണ് ഈ പാമ്പിന് പുറത്തു കടക്കാൻ സാധിക്കാതിരുന്നത്. അല്ലാത്ത പക്ഷം യുവതി ഈ പാക്കറ്റിനകത്തേക്ക് കൈയിട്ടിരുന്നെങ്കിൽ പോലും വലിയ തോതിൽ ഒരു അപകടം, മരണം വരെ സംഭവിക്കാവുന്ന തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇതിന്റെ ഭാഗമായി ആമസോണിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. ക്ഷമിക്കണം, അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ആമസോണിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ഒരു വലിയ ഗുരുതരമായ ഒരു വീഴ്ചയാണ് ഇപ്പോൾ ഈ ഓൺലൈൻ പർച്ചേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് സുബി വിശ്വനാഥൻ നൽകിയത്. +1 പ്രവേശനം